റിപ്പോർട്ടർ ബിഗ് ബ്രേക്കിംഗ്. മഞ്ചേശ്വരത്തെ സ്ഥാനാർത്ഥിയെ പിൻവലിച്ചത് PK കുഞ്ഞാലിക്കുട്ടിയുടെ അഭ്യർത്ഥന മാനിച്ചാണെന്ന് SDPI കോഴിക്കോട് ജില്ലാ പ്രസിഡന്റ് മുസ്തഫ കൊമേരി റിപ്പോർട്ടറിനോട്. വോട്ട് വേണ്ടെന്ന് പറയുന്നവർക്ക് വോട്ടില്ല. കേരളത്തിൽ ഭരണവിരുദ്ധ വികാരമില്ല എന്നും ഭരണ തുടർച്ചയ്ക്കുള്ള രാഷ്ട്രീയ കാലാവസ്ഥയാണ് എന്നും മുസ്തഫ കൊമേരി പറഞ്ഞു. കുഞ്ഞാലിക്കുട്ടി സാഹിബ് ഉൾപ്പെടെ അതുപോലെ തന്നെ വ്യത്യസ്ത രാഷ്ട്രീയ നേതാക്കന്മാർ, പൊതുസമൂഹത്തിലുള്ള ആൾക്കാർ, മതസംഘടനകൾ ഉൾപ്പെടെയുള്ളവരുടെ അഭ്യർത്ഥന പരിഗണിച്ചുകൊണ്ടാണ് പിൻവലിച്ചിരിക്കുന്നത്. ഇവിടെ ഭരണവിരുദ്ധ വികാരമില്ല എന്നുള്ളതാണ് പാർട്ടി വിലയിരുത്തിയിട്ടുള്ളത്. സർക്കാരിന് അനുകൂലമായുള്ള ട്രെൻഡാണ് പൊതുവിൽ കേരളത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. വോട്ട് വേണ്ട എന്ന് പറയുന്നവർക്ക് വോട്ട് നൽകില്ല എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങൾ വിലയിരുത്തണമല്ലോ. ഭരണവിരുദ്ധ വികാരമില്ല എന്നുള്ളത് പാർട്ടി കൃത്യമായിട്ട് വിശകലനം ചെയ്തിട്ടുണ്ട്. ആ ധാരണയുടെ അടിസ്ഥാനത്തിൽ തന്നെ ആയിരിക്കും വോട്ട് രേഖപ്പെടുത്തുക. ഷാഹിദ് റഹ്മാൻ വിവരങ്ങളുമായുണ്ട്. ഷാഹിദ് റഹ്മാൻ, SDPI സ്ഥാനാർത്ഥിയെ പിൻവലിച്ചത് ആർക്കു വേണ്ടി എന്ന ചോദ്യത്തിന് മറുപടിയായോ? തീർച്ചയായും അതിനുള്ള കൃത്യമായിട്ടുള്ള മറുപടിയാണ് ഇപ്പോൾ മുസ്തഫ കൊമേരി പറഞ്ഞിരിക്കുന്നത്. PK കുഞ്ഞാലിക്കുട്ടി ഉൾപ്പെടെയുള്ള ആളുകൾ തങ്ങളോട് അഭ്യർത്ഥിച്ചു, അതിന്റെ അടിസ്ഥാനത്തിലാണ് മഞ്ചേശ്വരത്തെ സ്ഥാനാർത്ഥിയെ പിൻവലിച്ചത് എന്നുള്ള ഒരു പ്രതികരണമാണ് ഇപ്പോൾ മുസ്തഫ കൊമേരി നടത്തിയിരിക്കുന്നത്. PK കുഞ്ഞാലിക്കുട്ടിക്ക് പുറമെ ചില മത നേതാക്കളും തങ്ങളെ ബന്ധപ്പെട്ടു. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ മഞ്ചേശ്വരത്തെ സ്ഥാനാർത്ഥിയെ പിൻവലിച്ചിരിക്കുന്നത്. ആദ്യഘട്ടത്തിൽ അവിടെ ചില പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ചില ആളുകൾ ശ്രമിച്ചു. പക്ഷേ നിലവിൽ അത്തരത്തിലൊരു പ്രശ്നങ്ങളും അവിടെ ഇല്ല. അവിടുത്തെ എല്ലാ പ്രശ്നങ്ങളും പരിഹരിച്ചോ. അവിടെ അതായത് SDPI മത്സരിച്ചാൽ അത് BJPക്ക് ഗുണം ചെയ്യുമെന്ന ഈ PK കുഞ്ഞാലിക്കുട്ടി ഉൾപ്പെടെയുള്ള ആളുകൾ ചൂണ്ടിക്കാണിച്ചു. അതുകൊണ്ട് PK കുഞ്ഞാലിക്കുട്ടി ഉൾപ്പെടെയുള്ള ആളുകളുടെ വാക്ക് മുഖവിലക്കെടുത്തുകൊണ്ടാണ് അത്തരത്തിലൊരു തീരുമാനം SDPI കൈക്കൊണ്ടത് എന്ന കാര്യമാണ് പറയുന്നത്. മാത്രമല്ല, ഈ തെരഞ്ഞെടുപ്പിൽ SDPIയുടെ നിലപാട് എന്താണ് എന്നത് സംബന്ധിച്ചാണ് കഴിഞ്ഞ 2 ദിവസമായി രാഷ്ട്രീയ കേരളം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. SDPI കൃത്യമായിട്ടൊരു മറുപടി ഈ വിഷയത്തിൽ ഇതുവരെ പറഞ്ഞിട്ടില്ല. പക്ഷേ SDPI നേതാക്കളുടെയും പ്രവർത്തകരുടെയും ഒക്കെ തന്നെ പ്രതികരണത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇത്തവണ CPMനെ അനുകൂലിക്കുക എന്ന ഒരു സമീപനമാണ് ഇവർ സ്വീകരിക്കുക എന്നുള്ളതാണ്. മാത്രവുമല്ല, മണ്ഡലാടിസ്ഥാനത്തിൽ അവിടുത്തെ സാഹചര്യങ്ങൾ നോക്കി ആ സാഹചര്യങ്ങൾക്കനുസരിച്ച് വോട്ട് ചെയ്യുക എന്നുള്ളതാണ് അതിലെടുത്ത തീരുമാനം എന്നുള്ളതാണ്. ഇത് സംബന്ധിച്ച് ഒരു അന്തിമ തീരുമാനം കൈക്കൊള്ളുക 2 ദിവസത്തിനകമാണ് എന്നുള്ളത് മുസ്തഫ കൊമേരി പറഞ്ഞു വെക്കുന്നുണ്ട്. 2 ദിവസത്തിനകം മലപ്പുറം ജില്ലയിൽ യോഗം ചേരും. ആ യോഗത്തിൽ എന്ത് നിലപാടാണ് ഈ തെരഞ്ഞെടുപ്പിൽ സ്വീകരിക്കേണ്ടത് എന്ന കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനം കൈക്കൊള്ളും. പിന്നീട് അത് പൊതുമധ്യത്തിൽ വന്ന് വാർത്താ മാധ്യമങ്ങളോട് പറയും എന്ന കാര്യമാണ് മുസ്തഫ കൊമേരി പറയുന്നത്. എന്തായാലും അതായത് വോട്ട് വേണ്ട, അതായത് ഇടത് നേതാക്കളൊക്കെ തന്നെ SDPIയുടെ വോട്ട് വേണമോ എന്ന ചോദ്യത്തിന് കൃത്യമായിട്ടൊരു മറുപടി പറയുന്നില്ല, ഒഴിഞ്ഞു മാറുന്നു. ഇന്ന് മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള ആളുകൾ അത്തരത്തിലുള്ള ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ ശുഭിതനാവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആ വിഷയത്തിൽ എന്ത് സമീപനമാണ് സ്വീകരിക്കുക? അങ്ങനെ വോട്ട് വേണ്ട എന്ന് പറയുന്ന ആളുകൾക്ക് തങ്ങൾ വോട്ട് നൽകില്ല എന്ന നിലപാടാണ് എന്തായാലും SDPI സ്വീകരിച്ചിരിക്കുന്നത്. പക്ഷേ ഈ വിഷയത്തിൽ ഒരു അന്തിമ തീരുമാനം കൈക്കൊള്ളുക 2 ദിവസത്തിനകമായിരിക്കും. എന്തായാലും മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള ആളുകൾ ഇന്ന് ശുഭിതനായിരിക്കുന്നു. മാത്രമല്ല, CPMന്റെ നേതാക്കൾ ഇത്തരം ചോദ്യങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറുകയും ചെയ്യുന്ന പശ്ചാത്തലത്തിൽ SDPI ഈ വിഷയത്തിൽ എന്ത് നിലപാട് സ്വീകരിക്കും? ഒപ്പം തന്നെ മഞ്ചേശ്വരത്തെ സ്ഥാനാർത്ഥി നിർണയം, അത് എന്തുകൊണ്ടാണ് സ്ഥാനാർത്ഥിയെ പിൻവലിച്ചത് എന്ന കാര്യത്തിൽ കൃത്യമായിട്ട് മറുപടിയുണ്ട്. മുസ്ലിം ലീഗിന്റെ നേതാവ് PK കുഞ്ഞാലിക്കുട്ടിയും അതുപോലെ തന്നെ ചില മത സാമുദായിക നേതാക്കളും ഇടപെട്ടത് കൊണ്ടാണ് മഞ്ചേശ്വരത്തെ സ്ഥാനാർത്ഥിയെ പിൻവലിച്ചത് എന്ന മഞ്ചേശ്വരത്തെ KM അഷ്റഫിനെ SDPI പിൻവലിച്ചത് PK കുഞ്ഞാലിക്കുട്ടി അടക്കമുള്ള ലീഗ് നേതാക്കളും ചില സാമുദായിക നേതാക്കളും സമ്മർദ്ദം ചെലുത്തിയതിന്റെ പേരിലാണെന്ന് SDPI നേതാവ് മുസ്തഫ കൊമേരി റിപ്പോർട്ടറിനോട്